നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ പണ്ട് കൊച്ചു ടിവിയിൽ ഒരുപാട് കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാർട്ടൂണുകൾ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞു. അതായത് പണ്ട് ഉണ്ടായിരുന്ന അപൂർവം ചില കുറച്ചു മാത്രമോ ഇപ്പോഴും ടെലികാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഉദാഹരണത്തിന് സ്റ്റുവേർട്ട് ലിറ്റിൽ, അങ്ങനെ ജാക്കി ചാൻ, ഇതെല്ലാം മാത്രമേ ഇപ്പോഴും ടെലികാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പണ്ട് മുതൽ ഉണ്ടായിരുന്ന ഏതെല്ലാം കാർട്ടൂണുകൾ ഇപ്പോഴും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ വിഷയം അതല്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും പണ്ടത്തെ കാർട്ടൂണുകൾ ടെലികാസ്റ്റ് ചെയ്യാത്തത്, അതിന്റെ സംപ്രേഷണം നിർത്തിവച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിനുള്ള ഒരു വ്യക്തമായ ഉത്തരവുമായാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ്, ഏകദേശം ഒരു 100 ലൈക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് ഈ വീഡിയോയ്ക്ക് ടാർഗറ്റായി വെച്ചിരിക്കുന്നത് 10 ലൈക്കാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, അതിനുള്ള വഴി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി, വർക്കിംഗ് മെത്തേഡ് ഉണ്ടെങ്കിൽ, പോസിബിൾ ആയിട്ടുള്ള വഴി അത് കണ്ടെത്തിയ, അതായത് പല വർക്കിംഗ് മെത്തേഡ് ഉണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള വഴി നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മളുടെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കൊച്ചു ടിവിയിൽ എന്തുകൊണ്ട് പല കാർട്ടൂണുകളും സംപ്രേഷണം ചെയ്യുന്നില്ല, അതായത് പഴയ കാർട്ടൂണുകൾ എന്തുകൊണ്ട് സംപ്രേഷണം ചെയ്യാത്തത്, നിർത്തിവച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓരോ വർഷവും കൊച്ചു ടിവിയുടെ അണിയറയിൽ ഒരുപാട് കാർട്ടൂണുകളാണ് ഒരുങ്ങുന്നത്. ഉദാഹരണമായി മറ്റു ചാനലുകൾ എടുക്കാം. ഏഷ്യാനെറ്റ്, മഴവിൽ മനോരമ, സൂര്യ ടിവി, ഇതിലെയും സീരിയലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സീരിയലുകൾ എല്ലാം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇത്ര റേറ്റിംഗ് ഉള്ള സീരിയൽ ആണെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ടെലികാസ്റ്റ് ചെയ്യില്ല. പുതിയ സീരിയലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വരുന്ന പുതിയ സീരിയലുകളും പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലുകൾ ആയി മാറി ചെയ്യും. ഇത് തന്നെയാണ് ഇപ്പോഴും കൊച്ചു ടിവിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്കൊക്കെ വർഷവും പുതിയ കാർട്ടൂണുകൾ ഒരുങ്ങുന്നു. ഇതെല്ലാം ഇപ്പോഴത്തെ പിള്ളേരുടെ, നമ്മുടെ കാര്യമല്ല പറഞ്ഞത്, ഇപ്പോഴത്തെ പിള്ളേരുടെ ഫാൻ ഫേവറേറ്റ് ആവുന്നു. പണ്ടത്തെ ആ കലക്കൻ കാർട്ടൂണുകൾ കണ്ടിരുന്ന നമ്മൾക്ക് ഇപ്പോഴത്തെ ഈ കാർട്ടൂണുകളെല്ലാം കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ബോറടിക്കും. ടിവി ഒക്കെ എറിഞ്ഞു പൊട്ടിക്കാനൊക്കെ തോന്നും. പക്ഷെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോഴത്തെ കാർട്ടൂണുകൾ നമ്മൾ പണ്ട് കണ്ടിരുന്ന കാർട്ടൂണുകളുടെ റേറ്റിലെത്തുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. പണ്ടത്തെ കാർട്ടൂണുകളുമായി കമ്പയർ ചെയ്യാൻ ഇപ്പോഴത്തെ കാർട്ടൂണുകൾ കഴിയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പണ്ടത്തെ കാർട്ടൂണുകൾ കണ്ടില്ലല്ലോ. അവർക്ക് ഇപ്പോൾ നമ്മുടെ എങ്ങനെയാണോ പണ്ട് കണ്ടിരുന്നത് അതുപോലെയാണ് അവർ ഇപ്പോൾ കാണുന്നത്. ഇതേപോലെ തന്നെയാണ് സീരിയലുകളുടെ കാര്യവും. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സീരിയലുകൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യുന്നുണ്ട്, ഫുൾ വർക്കിംഗ് മെത്തേഡ്. അത് അത്രയൊന്നും പ്രശ്നം, കോംപ്ലിക്കേഷൻസ് ഒന്നും കാറിന്റെ കാര്യത്തിലില്ല. എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് തന്നെ റീടെലികാസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ള വർക്കിംഗ് മെത്തേഡ് നമ്മൾ എന്തായാലും കണ്ടുപിടിച്ചിരിക്കും. എന്നിരുന്നാലും അപൂർവമായ ചില കാർട്ടൂണുകൾ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന റീടെലികാസ്റ്റ് ചെയ്തത് കൊണ്ട് കൊച്ചു ടിവിയിൽ തന്നെ അപ്പോൾ ഇത് ഇപ്പോൾ അങ്ങനെ റീടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എന്നെയും കൂടി ഒന്ന് അറിയിക്കുക. പഴയ സിനിമകളെല്ലാം കൊച്ചു ടിവിയിൽ റീടെലികാസ്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വർക്കിംഗ് മെത്തേഡ് എന്തായാലും പോസിബിൾ ആണ്. അതെന്തായാലും നമ്മൾ കണ്ടെത്തിയിരിക്കും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് 10 ലൈക്ക് തന്നെ സഹായിക്കുകയാണെങ്കിൽ അതെന്തായാലും നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ ആയി ഇറക്കുന്നതാണ്. പരമാവധി ഷെയർ ചെയ്ത് മറ്റാളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ പരമാവധി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഉടൻ തന്നെ വർക്കിംഗ് മെത്തേഡുമായി കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.